Hello friends, welcome back to my YouTube channel. Welcome to Sandhya's Vlogs. എന്തൊക്കെയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നമ്മൾ പോണത് എങ്ങോട്ടാണെന്നറിയോ? ഇന്ന് ഒരു ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സീനറിയൊക്കെ ഉള്ള നല്ലൊരു അതിമനോഹരമായൊരു സ്ഥലവും അവിടെയുള്ളൊരു ഡാമും അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ഡാമിൻ്റെ പേരാണ് പൂമല ഡാം. തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ഡാമാണിത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? ഓൺ ദ വേയും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഞങ്ങളിതിന് മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. പക്ഷെ അന്ന് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് ആ പൂമല ഡാം. ഓൺ ദ വേയും അതുപോലെ ഡാമിൻ്റെ ഭാഗവും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് ഇട്ടാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് ഇന്ന് അങ്ങോട്ട് പോയാലോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി നോക്കിയാലോ എങ്ങനെയുണ്ട് ആ ഡാമിൻ്റെ ഭാഗവും അവിടുത്തെ ആ ഒരു സീനറീസും ഓൺ ദ വേയിലെ കാഴ്ചകളും എല്ലാം ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വരിക, നമുക്കൊന്ന് പോയി കാണാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചറിയാം, ഒരുപാട് വ്യൂസാണ് ഓരോ വീഡിയോസിനുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് കടന്നാലോ? വരൂ. പൂമല ഡാമിലേക്കുള്ള ഓൺ ദ വേയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഡാമിൽ ഒരുപാട് തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ആമ്പലുകൾ, നെയ്യാമ്പൽ എന്ന് പറയും, അതാണ് ഒരുപാടുള്ളത്. വൈറ്റ് കളർ ആമ്പലാണുള്ളത്. ഇതെല്ലാം അങ്ങോട്ടുള്ള കാഴ്ചകളാണ്. അതിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു പാർക്കും ഉണ്ട് കേട്ടോ. എന്നിട്ട് പൂമല ഡാമിലേക്ക് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് ഡാമിൻ്റെ സൈഡിൽ നിറച്ചും താമരയും ആമ്പലും പൂത്തു നിൽക്കുന്നതും അതേപോലെ തന്നെ കുറേ പശുക്കൾ, അവയെല്ലാം ഇവിടെ കൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അതുങ്ങൾ പുല്ല് തിന്നുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് ഡാമിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഡാമിൻ്റെ മുമ്പിലെത്തി കേട്ടോ. ഇതാണ് ഡാമിൻ്റെ ഗേറ്റ് ഭാഗമാണ് കേട്ടോ. നോക്കൂ, ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വരെ നല്ലൊരു വാക്ക് വേ ആണ് കേട്ടോ. സുഖമായിട്ടൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഡാമിൻ്റെ പരിസരവും ഡാമും നോക്കൂ, എന്തൊരു ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം.
എന്തൊരു ഭംഗിയെന്നറിയോ ഈ സ്ഥലം കാണാനായിട്ട്. ശരിക്കും ഒരു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് പടങ്ങളുണ്ടല്ലോ, നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അതേപോലത്തെ ഒരു പടം ശരിക്കും കാണുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് ഡയറക്റ്റ്ലി അങ്ങനത്തെ ഒരു പിക്ചർ കാണുമ്പോഴേ അങ്ങോട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്ത് രസമാണ് ശരിക്കും പറഞ്ഞാൽ. പ്രകൃതി ഭംഗി ശരിക്കും കനിഞ്ഞു കൊടുത്തേക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ശരിക്കും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടെ ഒരു കുഞ്ഞു പടികൾ പോലത്തെ സ്ഥലത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടോ. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാം. ഡാമിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഭയങ്കര പച്ചക്കാട് പോലത്തെ നിറച്ചും പച്ചപ്പ് മരങ്ങളും എല്ലാം കൂടി ഒരു ഫുൾ പച്ചപ്പാണ് കേട്ടോ. എന്തൊരു ഭംഗിയല്ലേ, നോക്കൂ. ഓക്കെ, നമുക്കിനി നേരെ നടക്കാം, നേരെ കാണാം എന്തൊക്കെയാണ് ഇനിയുള്ള കാഴ്ചകളെന്ന് കാണാം. ഞാനീ നടപ്പ് പാതയുണ്ടല്ലോ ഡാമിൻ്റെ, അവിടെ കൂടിയാണ് ചുറ്റും കാണുന്ന കാഴ്ചകളാണ് ഞാനീ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ വലതുവശത്താണ് ആ ഒരു വെള്ളച്ചാട്ടം പോലെ നമ്മൾ കണ്ടല്ലോ, പടികളിൽ ഇങ്ങനെ വെള്ളം ഒഴുകി ഇറങ്ങുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഡാം. നമ്മളിങ്ങോട്ട് നടന്നു വന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുടിൽ പോലെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഡാമിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും അപകടകരമാണ്, കുറ്റകരവുമാണ് എന്ന് എഴുതി ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു പടിക്കെട്ട് പോലെയുണ്ട്. ഈ പടിക്കെട്ടിൽ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തുന്നത്. അപ്പം നമുക്ക് ഇറങ്ങാം. നമ്മൾ പടികളിറങ്ങി നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലേക്ക് വന്നേക്കുവാണ്. ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ വെള്ളച്ചാട്ടം. നമുക്ക് അങ്ങോട്ട് അടുത്തേക്ക് കുറച്ചുകൂടി പോകാം. പടിക്കെട്ടുകളുണ്ട് താഴത്തേക്ക് ഇറങ്ങാനായിട്ട്. കാരണം നമ്മൾ ഡാമിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ പടിക്കെട്ടുകൾ ഇറങ്ങി ചെന്നാലാണ് ആ നമ്മുടെ വെള്ളച്ചാട്ടം പോലെയുള്ളതിൻ്റെ തൊട്ടടുത്ത് എത്താൻ പറ്റുള്ളൂ. കറക്റ്റ് വെള്ളച്ചാട്ടത്തിന് സൈഡിലെത്തുന്നത്. ഇനി ഇവിടെ നിന്ന് നോക്കാവൂ ഈ ദൃശ്യമൊന്നും എന്ത് ഭംഗിയാ നോക്കി. കറക്റ്റ് ആ വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട് കൂടി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ. ഓരോ പടിത്തട്ടുകളിൽ കൂടി ആ മുകളിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുവാണ്.
ഇനി നമ്മൾ ഇറങ്ങി വന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാവേ. എന്താ ഈ പടിത്തട്ടുകളിലൂടെയാണ് ഞാൻ ഇറങ്ങി വന്നത്. അതിൻ്റെ മുകളിൽ ചുമന്ന പടികൾ കണ്ടോ, ആ ഭാഗത്തായിട്ടാണ് ഡാം. നമ്മൾ നടന്ന് കാണിച്ചില്ലായിരുന്നു. ഞാൻ നടന്ന് ഈ അറ്റം വരെ നടക്കുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഇങ്ങനെ വെള്ളച്ചാട്ടവും ലെഫ്റ്റ് സൈഡിൽ ഡാം എന്നും പറഞ്ഞിരുന്നല്ലോ. ആ ഒരു നടപ്പാതയാണ് ആ മുകളിൽ കാണുന്നുണ്ടല്ലോ, ഒരു മഞ്ഞ മതിൽ പോലെ കെട്ടി വെച്ചേക്കണം. അതാണ് നടപ്പാത. അതിൻ്റെ താഴത്തേക്ക് ഒരു വശത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ പടികളോടെ ഇറങ്ങി വന്ന് ഈ ഭാഗത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഒരു മനോഹരമായ ഒരു സീനറിയാണ് കേട്ടോ. ഈ പാറക്കല്ലിനിടയിൽ കൂടി വെള്ളം ഇങ്ങനെ ഒഴുകി വന്നതും അതെല്ലാം ഈ പടികൾ ഇറങ്ങി വരുമ്പോൾ കാണുന്നതാണ്. 2 വഴിയുണ്ട് കേട്ടോ. മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2ആയിട്ട് ഇത് തിരിയുവാണ്. ഒന്ന് നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്കും സ്റ്റെപ്പ് വഴി ഇറങ്ങാം. ഈ സൈഡിലേക്ക് ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ സൈഡിലേക്ക് എത്തും. അവിടെയും കുറേ ആളുകൾ ഇത് ഭംഗി എൻജോയ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ പോരാം. ഇനി അതല്ല എങ്കിൽ ആ മെയിൻ സ്റ്റെപ്പ് വഴി ഇറങ്ങിയ ശേഷം ഇപ്പം ഞാൻ ഇറങ്ങി വന്ന പോലെ ഉണ്ടോ 2ആയിട്ട് തിരിയുകയാണ്. ഇവിടെ വന്ന് നിന്ന ശേഷം ഇങ്ങോട്ടും സ്റ്റെപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കുണ്ട്. ഞാൻ ഇറങ്ങി വന്ന ഈ പടികളിൽ കൂടി വന്നാൽ ഇതേപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടുത്ത ഭാഗത്തേക്ക് എത്താം. കണ്ടോ, വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി ഇവിടെ വന്നേക്കുവാണ്. ഇനി നേരെ ആ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയാൽ നമ്മൾ ഡാമിൻ്റെ ആ വാക്ക് വേയിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പൂമല ഡാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റെപ്പ് കയറി ഒന്ന് മുകളിലേക്ക് പോയാലോ. സ്റ്റെപ്പ് കയറി നമ്മൾ അപ്പുറത്തെ ആ വാക്ക് വേയിലേക്ക് നമ്മൾ പോകുവാണ്. നമ്മളിപ്പോൾ നടന്നു കയറുന്നത് എവിടെയാണ് വന്നേക്കണമെന്ന് അറിയോ? ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഭാഗം. ഇന്ന് ഷട്ടർ വളരെ കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഡാമിൽ നിന്ന് ഒഴുകി ഇതേപോലെ ചാനൽ വഴി ഇങ്ങനെ പോയി. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ വെള്ളച്ചാട്ടം, അവിടേക്ക് പോവുകയാണ്. ഇവിടെയാണ് ഈ നിറച്ച് ചെറിയ 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 മീനുകളാണ് കേട്ടോ. അത് കൂടാതെ നെയ്യാമ്പലുകളുടെ ഒരുപാട് കളക്ഷൻസും ഇവിടെയുണ്ട്. അപ്പോൾ ഡാമിൻ്റെ ഷട്ടറിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കാണുന്നുണ്ടാവൂല്ലേ. അപ്പോൾ പടികളൊക്കെ കയറി നമ്മളിത് ഇങ്ങോട്ടെത്തി. ഇതാണ് നമ്മുടെ വാക്ക് വേ. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ നടന്നു വന്ന വാക്ക് വേ. ഇതിൻ്റെ പകുതി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് പോയി ഈ ഡാമിലെ ഷട്ടർ തുറന്ന് ഒഴുകുന്ന വെള്ളം കാണാൻ നമ്മൾ അങ്ങോട്ട് പോയത്. ഇപ്പം നമ്മളിതാ തിരിച്ച് അപ്പുറത്തെ ഭാഗത്തോട്ട് നടന്ന് ഷട്ടറിൻ്റെ ഭാഗത്തോടെയുള്ള സ്റ്റെപ്പ് കയറി വീണ്ടും വാക്ക് വേയിലേക്ക് എത്തി. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഡാമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ തിരിച്ച് വാക്ക് വേ കൂടി നടന്ന് നമ്മൾ എവിടെ നിന്നാണോ ഡാമിൻ്റെ എൻട്രൻസിലേക്ക് കയറിയത് അങ്ങോട്ടേക്ക് തിരിച്ച് നടക്കുവാണ്. ഇതാണ് അതിമനോഹരമായ തൃശ്ശൂർ ജില്ലയിൽ പൂമല ഡാം. നോക്കൂ, ചുറ്റുപാടും ഈ ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ചുറ്റും മുഴുവനും മരങ്ങളാണ് കേട്ടോ. മരങ്ങളും ഒരു കാട് പോലെ തിങ്ങി നിറഞ്ഞ് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള നല്ല അതിമനോഹരമായൊരു കാഴ്ചയാണ്. അതിൻ്റെ നടുക്ക് ഭാഗത്താണ് ഈ ഡാം. അതിൻ്റെ സൈഡിൽ കൂടി ഒരു വാക്ക് വേയും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ലൊരു വെള്ളച്ചാട്ടവും എല്ലാമുള്ള ഒരു ബ്യൂട്ടിഫുൾ സീനറിയാണ് പൂമല ഡാം. ഇത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. എപ്പോഴെങ്കിലും തൃശ്ശൂർ ജില്ലയിൽ വന്നാൽ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആക്കി എടുക്കണം പൂമല ഡാം.
ഹലോ, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡാമൊക്കെ? അടിപൊളിയല്ലായിരുന്നോ? നന്നായിട്ട് എൻജോയ് ചെയ്തോ? ഓൺ ദ വേയിലെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരുന്നു അല്ലേ? അതേപോലെ അവിടെ എത്തുമ്പോഴുള്ള കാഴ്ചകളും അതിമനോഹരമായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഞാൻ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സന്ധ്യ. സ്റ്റേ ഹാപ്പി ഓൾവേസ്. ബൈ ബൈ ഡിയേഴ്സ്.